അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഭാരതത്തിന്റെ ഗഗനയാത്രികരുടെ ആദ്യഘട്ട പരിശീലനം പൂർത്തിയായി. ISROയും നാസയും സംയുക്തമായാണ് യാത്രയും മുന്നോടിയായുള്ള പരിശീലനവും ഒരുക്കിയത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ല, ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ തുടങ്ങിയവരാണ് ആദ്യഘട്ട യാത്രികർ. വിവരങ്ങളുമായി ഐസൻ ജോസഫും ചേരുന്നു. ഐസൻ, പരിശീലനം ആദ്യഘട്ടം പൂർത്തിയാകുന്നു. ഏറെ അഭിമാനത്തിൻ്റെ നിമിഷമാണ്. ആ പദ്ധതി തന്നെ നമ്മളിൽ ഏറെ അഭിമാനമുണ്ടാക്കുന്നു. കൂട്ടത്തിൽ ഒരു മലയാളി ആദ്യഘട്ട യാത്രികനാകുന്നു എന്ന പ്രത്യേകതയും ഉണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ യാത്രികരായി തിരഞ്ഞെടുക്കപ്പെട്ടവരെ നേരിൽ കണ്ട് അഭിനന്ദിച്ച ആ ചിത്രം ഇപ്പോഴും മനസ്സിൽ നിന്ന് മാഞ്ഞു പോയിട്ടുമില്ല. വിവരങ്ങൾ. തീർച്ചയായും കൃഷ്ണരാജ്, ഏറെ അഭിമാനാർഹമായ ഒരു നേട്ടത്തിലേക്ക് നടന്നെടുക്കുകയാണ് ഭാരതത്തിൻ്റെ സ്വന്തം ഗഗനയാത്രികർ എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നൊരു വിഷയം. അത് ISROയുമായി സഹകരിച്ച്, നമുക്കറിയാവുന്നതാണ്, രാകേഷ് ശർമ്മ ഗഗനയാത്ര നടത്തുന്നത് റഷ്യയുമായി സഹകരിച്ചാണ്. അത്തരത്തിൽ ISROയുമായി സഹകരിച്ച് നാസ നടത്തുന്ന ഈ ഗഗനയാത്രയിൽ പ്രധാനമായും നേരത്തെ കൃഷ്ണരാജ് ചൂണ്ടിക്കാട്ടിയതുപോലെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ മലയാളിയാണ്. അതുപോലെ തന്നെ ശുഭാൻഷു ശുക്ല, ഈ രണ്ടുപേരുമാണ് പ്രധാന യാത്രികൻ എന്ന കണക്കിലുള്ളത്. ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയും അതുപോലെ തന്നെ ബാക്കപ്പ് ക്യാപ്റ്റനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ നായരും. ഇത്തരത്തിൽ ഈ പരിശീലനത്തിൻ്റെ ഭാഗമായി നടന്ന പരിപാടികൾ, അതായത് നമുക്കറിയാവുന്നതാണ്, നേരത്തെ സ്പേസ് ഷട്ടിലുകളാണ് ഉപയോഗിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഡ്രാഗൺ ക്യാപ്സ്യൂളുകളാണ് ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, ഇത്തരത്തിലുള്ള ക്യാപ്സ്യൂളുകളുടെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഭാരതത്തിൽ പോലും പരിശോധിച്ചിരുന്നു. സുനിത വില്യംസ് ഉൾപ്പെടെയുള്ളവർ യാത്ര ചെയ്തത് ഡ്രാഗൺ ക്യാപ്സ്യൂളിലാണ്. ഇത്തരത്തിലുള്ള ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശീലനങ്ങളും അത് ഫെമിലറൈസ് ചെയ്യുന്നതിനുള്ള സംവിധാനം, അതായത് ഇത്തരത്തിലുള്ള ജീവിത സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു യാത്രാ സാഹചര്യം താൽക്കാലികമായി സൃഷ്ടിച്ച് അത് എൻ്റെ അനുഭവങ്ങൾ സ്വയം ശരീരത്തിനെ അല്ലതുപോലെ മനസ്സിനും ആ ഒരു യാത്രയുടെ ഉടനീളമുള്ള അനുഭവങ്ങൾ പരിശീലിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് പ്രധാന ഘട്ടമായിരുന്നത്. അതുപോലെ തന്നെ സൂട്ട് ചെക്കിംഗ് എന്ന് പറയുന്നത്, അതായത് അവർ ധരിക്കുന്ന വസ്ത്രങ്ങളുണ്ട്, ആ വസ്ത്രങ്ങളുമായി താതാത്മ്യം പ്രാപിക്കേണ്ടതുണ്ട്. മാത്രമല്ല അതിൻ്റെ ഉള്ളിൽ നിന്നും കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളുണ്ട്. അത്തരത്തിലുള്ള നിരവധി സംവിധാനങ്ങളുണ്ട്. ബ്രീത്തിങ് സിസ്റ്റം അതെല്ലാം തന്നെ സാധാരണഗതിയിൽ നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന ഒരു ഗുരുത്വാകർഷണ മേഖലയിൽ ഉപയോഗിക്കുന്നതിനേക്കാൾ കുറെ കൂടി റിഡൻഡൻ്റായ സംവിധാനങ്ങളായിരിക്കും ഉണ്ടാവുക. അത്തരമുള്ള സംവിധാനങ്ങളിലൊക്കെയാണ് പ്രധാനമായും പരിശീലിക്കുന്നത്. അതുപോലെ തന്നെ ഈ സ്പേസ് ക്രാഫ്റ്റിൻ്റെ പരിശീലനം, അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യം, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ഗഗനയാത്രികരുടെ ഭക്ഷണമാണ്. അവരുടെ ശാരീരികാരോഗ്യം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ അവരുടെ യാത്ര സുഗമമാക്കുന്നതിനും ശരീരത്തിന് അലർജി പോലുള്ള ഭക്ഷണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊന്നും അതല്ലെങ്കിൽ പ്രത്യാഘാതങ്ങളൊന്നും വരാത്ത രീതിയിലുള്ള ഭക്ഷണം ഓരോ വ്യക്തിക്കും ഓരോ തരത്തിലായിരിക്കും. അത് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. അതിൻ്റെ രീതികളും അത് കഴിക്കേണ്ട രീതികളും അത്തരത്തിലുള്ള നിരവധിയായ ഡയറ്ററ്റിക്സ് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതെല്ലാം തന്നെ പരിശീലിപ്പിക്കുക. അതുപോലെ തന്നെ അടിയന്തര ഘട്ടങ്ങളിൽ എങ്ങനെ പ്രതികരിക്കണം, അതുപോലെ തന്നെ അത്യാവശ്യമെങ്കിൽ അത്യാവശ്യമുള്ള മരുന്നുകൾ ഉപയോഗിക്കാനുള്ള രീതികൾ എങ്ങനെ, അത്തരത്തിലുള്ള പരിശീലനമാണ് ഇപ്പോൾ പ്രധാനമായും നടന്നിരിക്കുന്നത്. ഇനി അടുത്ത പരിശീലനമാണ് ഏറെ ഗൗരവമർഹിക്കുന്ന പരിശീലനം. അത് ഓർബിറ്റൽ സെഗ്മെൻറ്റ്, അതായത് ഇത് വലയം ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ അല്ലെങ്കിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം ഭ്രമണം ചെയ്യുന്ന വേളയിൽ ഉണ്ടാകുന്ന അതേ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടുള്ളൊരു പരിശീലനവും മൈക്രോ ഗ്രാവിറ്റി റിസർച്ച് മേഖലയിലുള്ളൊരു പരിശീലനവുമാണ് ഇനി വരാനിരിക്കുന്നത്. പ്രാഥമിക ഘട്ടം പൂർത്തിയായിരിക്കുന്നു എന്നാണ് ISRO ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നാസയുമായി സഹകരിച്ചാണ് പ്രാഥമികമായ യാത്ര. ആദ്യം എടുത്തു പറയേണ്ടത്, ഭാരതത്തിൻ്റെ ആദ്യ സ്പേസ് ബഹിരാകാശ കേന്ദ്രം, അതായത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് ആദ്യമായി ഭാരതത്തിൽ നിന്ന് പോകുന്നവരിൽ ഒരു മലയാളി ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ഭാരതത്തിലെ 2 യാത്രികർ അവിടേക്ക് എത്തുന്നു. തുടർ ഗവേഷണങ്ങൾ, അതായത് സ്പേസ് സ്റ്റേഷനിൽ നിരവധിയായ ഗവേഷണങ്ങൾ തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ തുടർ ഗവേഷണങ്ങൾ സംബന്ധിച്ചും അതിൽ ഇവരുടെ പാർട്ടിസിപ്പേഷൻ സംബന്ധിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് തുടർന്ന് ലഭ്യമാവുകയും ചെയ്യും. തീർച്ചയായും ഏറെ അഭിമാനിക്കാവുന്നൊരു നിമിഷം തന്നെയാണ് ഈ വാർത്ത പുറത്തുവിടുന്നതിലൂടെ ISRO ജനങ്ങളുമായി സംവദിക്കുന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്കുള്ള ഭാരതത്തിൻ്റെ ഗഗനയാത്രികരുടെ ആദ്യഘട്ട പരിശീലനം പൂർത്തിയായി എന്ന സന്തോഷം തരുന്ന, അഭിമാനം തരുന്ന വാർത്ത ആണ് പുറത്തു വരുന്നത്. അതിൽ ഒരു മലയാളിയുമുണ്ട്. ആദ്യഘട്ട യാത്രയിൽ പോകേണ്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്ക് പുറമെ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ മലയാളിയാണ്. അത് നമ്മളിലേറെ അഭിമാനം ജനിപ്പിക്കുന്ന ഒന്നാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൻ ജോസ്.